വെൽക്കം ടു JB എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ജോസഫ് സാറാണ്. MBBSനെ പറ്റിയുള്ള ഓപ്ഷൻസിനെ പറ്റിയാണ് നമുക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ഇൻ്റർവ്യൂ. ഓക്കെ, നമ്മളിന്ന് +2 സ്റ്റുഡൻസ് പഠിച്ചിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അവർക്ക് ഇന്ത്യയിലകത്ത് ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഉള്ളത് MBBSൻ്റെ? MBBSൻ്റെ ഓപ്ഷൻസ് ലൈക്ക് കുട്ടികൾക്ക് നീറ്റ് എക്സാം മാൻഡേറ്ററി ആയിട്ട് വേണം. അപ്പം നീറ്റിൻ്റെ രജിസ്ട്രേഷൻ്റെ സമയങ്ങളൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നീറ്റിൻ്റെ രജിസ്ട്രേഷൻ സമയം കഴിഞ്ഞെന്ന് തോന്നുന്നു. എക്സാം വരുന്നത് മിക്കവാറും മെയ് മാസത്തിലൊക്കെ ആയിട്ടായിരിക്കും എക്സാം വരുന്നുണ്ടായിരിക്കുക. അപ്പം നമ്മൾ നീറ്റിൽ ക്വാളിഫൈ ആവണം. ക്വാളിഫൈ ആയാൽ മാത്രം പോരാ, നമുക്ക് നല്ലൊരു സ്കോറും കൂടി കിട്ടണം. അപ്പം ആക്ച്വലി നീറ്റിൻ്റെ സ്കോർ വരുന്നത് 720 ആണ് ടോട്ടൽ സ്കോർ വരുന്നത്. അതിലൊരു 600-650 ആ റേഞ്ചിലൊക്കെ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ നമുക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. ഒരു ഏകദേശം ഒരു 350-400 ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മളുടെ ഒരു പക്ഷേ ഇന്ത്യയിലത്തെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പ്രൈവറ്റ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകളിൽ കിട്ടാനുള്ള ചാൻസുകളുണ്ട്. നമ്മൾ മൊത്തത്തിൽ ഒരു നീറ്റിൻ്റെ ഒരു കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്നതിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 23 ലക്ഷത്തോളം കുട്ടികളാണ് നീറ്റിൻ്റെ എക്സാം എഴുതുന്നത്. ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകൾ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു 1,10,000 സീറ്റാണ് വരുന്നത്. അതിൽ ഏകദേശം ഒരു പകുതിയോളം സീറ്റുകൾ 55,000-60,000 സീറ്റോളം ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലും ബാക്കിയുള്ള ഏകദേശം ഒരു 55,000 സീറ്റുകൾ പ്രൈവറ്റിലാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നീറ്റിൽ നല്ല സ്കോറ് ഉണ്ടായിരിക്കുകയാണെങ്കിലാണ് നമുക്ക് MBBSന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കിട്ടാനായിട്ടുള്ള സാധ്യതകളുള്ളത്. നിങ്ങൾക്ക് അതോടൊപ്പം തന്നെ +2 നിങ്ങൾക്ക് ബയോളജിയിൽ നല്ല സ്കോറ് വേണം. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 60% ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ത്യയിൽ പഠിക്കാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ചെറിയൊരു ഫീസ് മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾക്ക് നീറ്റിൽ നല്ല സ്കോർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ വലിയ ചിലവുകളില്ലാതെ നിങ്ങൾക്ക് MBBS പഠിക്കാം. 5 വർഷമാണ് നമ്മളുടെ ഇന്ത്യയിലത്തെ MBBSൻ്റെ ഒരു പഠന കാലയളവ്. അതിനുശേഷം 1 വർഷം അവർക്ക് ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ ഹൗസ് സർജൻസി കൂടിയും അവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഡോക്ടേഴ്സായിട്ട് ഇന്ത്യയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇനി മാർക്ക് അത്രയധികം സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലും നമുക്ക് MBBSന് നമുക്ക് അഡ്മിഷൻ എടുത്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ അവിടെ കുറച്ച് ഫീസും സംഭവം കുറച്ച് കൂടുതലായിരിക്കും. അപ്പം ആ ഒരു ഓപ്ഷനും കുട്ടികളുടെ മുമ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യക്ക് അകത്തുള്ള ഓപ്ഷൻസ് ഒക്കെ സാർ ഇപ്പോൾ പറഞ്ഞു. നമുക്ക് ഇന്ത്യക്ക് പുറത്ത് മറ്റു രാജ്യങ്ങളിൽ എങ്ങനെയാണ് MBBSൻ്റെ ഓപ്ഷൻസ് ഒക്കെ വരുന്നത്? അതെ, ഇന്ത്യക്ക് പുറത്ത് ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഏകദേശം ഒരു 20ഓളം രാജ്യങ്ങളിൽ നമുക്ക് MBBS ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ അതിൻ്റെ കാറ്റഗറി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്നത് അപ്പോൾ യൂറോപ്പാണ്. യൂറോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഷെങ്കൻ സോണും ഉണ്ട്, ഷെങ്കൻ അല്ലാത്ത സോണും ഉണ്ട്. അപ്പോൾ ഷെങ്കൻ സോണിൽ ഏകദേശം 29-30ഓളം രാജ്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈ 30ഓളം രാജ്യങ്ങൾ നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും കിട്ടുകയാണ്. കുറച്ചും കൂടിയും ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളൊക്കെ ആയിരിക്കും അതിലുണ്ടായിരിക്കുക. അതിൽ ഒരു പക്ഷേ ലാറ്റ്വിയ അല്ലെങ്കിൽ ലിത്വാനിയ, പോളണ്ട് ഇങ്ങനെയുള്ള നല്ല രാജ്യങ്ങളുണ്ട്. അവിടെയൊക്കെ ഏകദേശം ഒരു 10 ലക്ഷം രൂപ വരെ റേഞ്ചിലായിരിക്കും പെർ ഇയറിൽ നമുക്ക് ഫീസ് ഉണ്ടായിരിക്കുക. ഇവിടെയൊക്കെ 6 വർഷമാണ് ജനറലായിട്ട് MBBSൻ്റെ കോഴ്സ് ഉണ്ടായിരിക്കുക. ഇനി ഇപ്പോൾ റീസെൻ്റായിട്ട് ഷെങ്കൻ സോണിൽ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ വന്നിട്ടുള്ള രാജ്യങ്ങളാണ് റൊമാനിയ, അതുപോലെ ബൾഗേറിയ. ഇവിടെയും നിങ്ങൾക്ക് നല്ല ഓപ്ഷൻസ് കിട്ടുന്നതാണ്. ഇനി കുറച്ചുകൂടി ഇക്കണോമിക്കലായിട്ട് ചിന്തിക്കുകയാണ്. അതേസമയത്ത് നമുക്ക് യൂറോപ്പിൽ തന്നെ പഠിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നോൺ ഷെങ്കൻ സോണിലുള്ള രാജ്യങ്ങളായിട്ടുള്ള സെർബിയ അല്ലെങ്കിൽ ബോസ്നിയ പോലത്തെ രാജ്യങ്ങൾ, മാൾഡോവ പോലത്തെ രാജ്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ഓപ്ഷൻ വരുന്നത് നമ്മുടെ യൂറേഷ്യൻ കൺട്രീസാണ്. അതായത് ജോർജിയ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, അസർബൈജാൻ പോലുള്ള രാജ്യങ്ങളിൽ. അവിടെയാകുമ്പോൾ നമുക്ക് യൂറോപ്യൻ സ്റ്റാൻഡേർഡിലുള്ള പഠനം കിട്ടുകയും ചെയ്യും. നമുക്ക് ഫീസൊക്കെ വളരെ അഫോർഡബിളാണ്. ഒരുപക്ഷെ നിങ്ങൾക്കൊരു 30 ലക്ഷം രൂപ ടോട്ടൽ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് പഠിച്ചിറങ്ങി വരാവുന്ന ഒരു പൊസിഷൻ തരുന്ന രാജ്യങ്ങളാണ് ഇതൊക്കെ. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യങ്ങളാണ്. ലിവിങ് എക്സ്പെൻസ് വളരെ അഫോർഡബിളാണ്. പിന്നീടുള്ളത് റഷ്യയാണ്. എനിക്കുണ്ടെങ്കിൽ ബഡ്ജറ്റ് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. നമുക്ക് വളരെ ചെറിയ പൈസയ്ക്ക് റഷ്യയിൽ പഠിച്ച് വരാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ചൈനയും ഇതേപോലെ തന്നെ നല്ല ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചൈനയിൽ 5 വർഷമേ ഉള്ളൂ MBBS. സോ ഒബിയസ്ലി നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടിയും ഫിറ്റ് ഇൻ ആവാൻ കുറച്ചും കൂടിയും പോസിബിലിറ്റീസ് കൂടുതലാണ്. പിന്നെ വേറൊരു രാജ്യം എന്ന് പറയുന്നത് ഈജിപ്റ്റാണ്. ഈജിപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മിഡിൽ ഈസ്റ്റ് ഗൾഫ് ഏരിയയൊക്കെ അടുത്ത് കിടക്കുന്ന കൈറോ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അലക്സാൻഡ്രിയ, മൻസൂറ പോലത്തെ യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഈജിപ്തിൽ വേറൊരു അട്രാക്ഷൻ ഉള്ളതെന്ന് വെച്ചെങ്കിൽ അവിടെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക്
ഡ്യുവൽ ഡിഗ്രി കൂടിയും കിട്ടും. അത് UK മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയുടെ നിങ്ങൾക്ക് ഡിഗ്രിയും കൂടി നിങ്ങൾക്ക് അവിടെ പഠിക്കുമ്പോൾ ഈ ക്വാളിഫിക്കേഷൻ്റെ ഒപ്പം തന്നെ UK ക്വാളിഫിക്കേഷൻ കിട്ടുന്നുണ്ട്. ഇതാണ് ജനറലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള മറ്റ് ഓപ്ഷൻസ്. നമുക്ക് ഈ MBBS ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള എന്തെങ്കിലും ഓപ്ഷൻസ് ഇന്ത്യയിലും ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻസ് വളരെ റെയറാണ്, എങ്കിലും ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ജർമ്മനിയിലത്തെ MBBS നമുക്ക് ആ ഒരു രീതിക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു 3 മുതൽ 5 വർഷം വരെ നിങ്ങൾക്ക് ഒരു എഫർട്ട് എടുക്കേണ്ടി വരും. ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു +2 കഴിഞ്ഞതിന് ശേഷം 1 വർഷത്തെ ഫൗണ്ടേഷൻ എക്സാം കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ എൻട്രൻസ് എഴുതിയിട്ട് നിങ്ങൾക്ക് സ്ട്രേറ്റ് ആയിട്ട് MBBS ജോയിൻ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചാരിറ്റി വൈസ് ആയിട്ടുള്ള കോഴ്സ് എടുത്ത് അതിനുശേഷം നമ്മളെ GNM ജനറൽ നഴ്സിംഗിൻ്റെ കോഴ്സ് കഴിഞ്ഞ് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നമ്മളവിടെ MBBS എലിജിബിൾ ആവാണ്. ഇതിനൊന്നും പണം ചിലവാകുന്ന കാര്യങ്ങളല്ല. നമ്മുടെ എഫേർട്ടും അവരുടെ ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു കാലതാമസം മാത്രമേ നമുക്ക് അതിനായിട്ട് വരുള്ളൂ. ഇനി നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കാതെ തന്നെ ഫ്രീ ആയിട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന വേറെ രാജ്യമാണ് ഇറ്റലി. ഇറ്റലിയിലും നമുക്ക് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇറ്റലിയിൽ നമുക്കൊരു എൻട്രൻസ് എക്സാം നമുക്ക് ക്ലിയർ ചെയ്യാണ്ടായിട്ടുണ്ട്. ആ എൻട്രൻസ് എക്സാം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ചെയ്യാൻ പറ്റും. എൻട്രൻസ് എക്സാം വരുന്നത് ഏകദേശം എനിക്ക് തുടങ്ങി സെപ്റ്റംബർ മാസത്തിലേക്കാണ് എക്സാം വരുന്നത്. നമ്മൾ നീറ്റ് പഠിക്കുന്ന അതേ സിലബസിൽ തന്നെയൊക്കെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. IMAT എന്നാണ് എൻട്രൻസ് എക്സാമിൻ്റെ പേര്. ആക്ച്വലി അത് സെപ്റ്റംബറിലാണ് എക്സാം വരുന്നുള്ളതെന്നുണ്ടെങ്കിൽ കൂടി ഏകദേശം എനിക്കുണ്ടെങ്കിൽ ഒരു April May മാസത്തോട് കൂടിയിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുശേഷം നീറ്റ് എഴുതി നീറ്റ് റിസൾട്ട് നോക്കി അതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ നോക്കാം. ഇൻ കേസ് അത് വർക്കൗട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്റ്റംബറിൽ എക്സാം എഴുതിയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് IMAT എക്സാം എഴുതി പാസ്സായിട്ട് നമുക്ക് ഇറ്റലിയിലേക്ക് പോയി പഠിക്കാം. അവിടെയും ഈ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഈ പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ സേഫ്റ്റി, സ്കോളർഷിപ്പ്, എഡ്യൂക്കേഷൻ ലോൺ അതേപറ്റിയൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? എഡ്യൂക്കേഷൻ ലോൺ ഡെഫിനറ്റ്ലി പോസിബിൾ ആണ്. നിങ്ങൾക്ക് ഈ 6 വർഷത്തേക്കുള്ള പഠനത്തിൻ്റെ ട്യൂഷൻ ഫീസും അവിടെ നിങ്ങൾക്ക് ചിലവായി വരുന്ന ലിവിങ് കോസ്റ്റുകൾ ഇതെല്ലാം നിങ്ങൾക്ക് ബേസിക്കലി എഡ്യൂക്കേഷൻ ലോണിൻ്റെ ഭാഗമായിട്ട് കിട്ടും. മേജറായിട്ടുള്ള എല്ലാ ബാങ്കുകളായിട്ട് നമുക്ക് അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ നമുക്ക് പൂർണ്ണമായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് അവരുടെ സ്കോളർഷിപ്പിൻ്റെ ഓപ്ഷൻസ് ആണ്. സ്കോളർഷിപ്പിനായിട്ട് എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും അവരുടേതായിട്ടുള്ള സ്കോളർഷിപ്പ് ടെസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ അവരുടെ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാനുള്ള കുറച്ച് സൈറ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പറഞ്ഞു തരാം. അങ്ങനെയാണെന്നെങ്കിൽ നിങ്ങൾ അതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ ഇറാസ്മസ് മുണ്ടസിൻ്റെ സ്കോളർഷിപ്പ് ഉണ്ട്. അത് നമുക്ക് യൂറോപ്പിൽ എല്ലായിടത്തും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ടോട്ടൽ പേയ്മെൻറ്റ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ്റെ പേയ്മെൻ്റ് ആണെങ്കിലും ലിവിങ് എക്സ്പെൻസിൻ്റെ പേയ്മെൻ്റ് ആണെങ്കിലും എല്ലാം ഉൾപ്പെടെയുള്ള സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടാനുള്ള പോസിബിലിറ്റീസ് അതിൽ വരുന്നുണ്ട്. സേഫ്റ്റി ഒരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സേഫ്റ്റി എല്ലായിടത്തും ഒരേപോലെ സേഫാണെന്ന് ഞാൻ പറയില്ല. ഒരു പക്ഷേ ഈ അടുത്ത കാലത്തൊക്കെ ഉക്രൈൻ വാർ സംഭവമൊക്കെ ഉണ്ടായ സമയത്ത് നമുക്ക് അറിയായിരുന്നു അവിടെ അത്ര സേഫ് അല്ല നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ റഷ്യയിലത്തെ ചില ഏരിയാസ് അത്ര സേഫ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂറോപ്പിലത്തെ ഷെങ്കൻ സോണിലുള്ള രാജ്യങ്ങൾ അതൊക്കെ വളരെ വളരെ സേഫാണ്. എസ്പെഷ്യലി ലാറ്റ്വിയ, ലിത്വാനിയ എന്ന രാജ്യങ്ങളൊക്കെ വളരെ സേഫ് ആയിട്ടുള്ള രാജ്യങ്ങളാണ്. ഇനിയിപ്പോൾ നമ്മൾ യൂറേഷ്യൻ രാജ്യങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ജോർജിയ, ഉസ്ബെക്കിസ്ഥാൻ ഇതും വളരെ വളരെ സേഫ് ആയിട്ടുള്ള രാജ്യങ്ങളാണ്. നമ്മൾ ധാരാളം കുട്ടികളോട് പഠിക്കുന്നുണ്ട്. ദേ ആർ വെരി ഹാപ്പി വിത്ത് ദാറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും നല്ല വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ തന്ന ജോസഫ് സാറിന് ഒത്തിരി നന്ദി പറയുന്നു. താങ്ക് യു.